ദിവ്യ ജോണി, ആ പെൺകുട്ടിയെ നമ്മളിൽ പലർക്കും മറക്കാൻ കഴിയില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ജയിൽ ശിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ആ പെൺകുട്ടി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വരും. ആ പെൺകുട്ടി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇനി ഒരു കുഞ്ഞിനെ എനിക്ക് പേടിയാണ്, ഞാൻ അതിനെയും എന്തെങ്കിലും ചെയ്താലോ, അതായത് എനിക്കിനി അമ്മയാവാൻ പേടിയാണ് എന്നാ പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ ജീവിതം അതിൽ പറയുന്നത് പെൺകുട്ടി പ്രണയിച്ച് കല്യാണം കഴിച്ചതാണ്. ആ പ്രണയിച്ച് കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടി ഗർഭിണിയാവുന്നു. അപ്പോൾ തന്നെ ഭർത്താവിൻ്റെ അച്ഛൻ അതിനെ എതിർത്തു, അതിനെ അബോർഷൻ ചെയ്ത് കളയണം, കാരണം നിങ്ങൾ സാമ്പത്തികപരമായി അത്ര നല്ല സ്ഥിതിയിലല്ല ഇപ്പോൾ, അതുകൊണ്ട് ഇപ്പോൾ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഈ ദിവ്യ എന്ന പെൺകുട്ടി അതിനെ എതിർത്തു, അയ്യോ അതിനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. പക്ഷേ പ്രസവിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ മാനസിക നിലയിലുണ്ടായൊരു മാറ്റം, പോസ്റ്റ്മോർട്ടം എന്ന് നമ്മൾ വിളിക്കുന്ന വിഷാദ രോഗത്തിലോട്ട് ആ പെൺകുട്ടി പോയിട്ടുണ്ടായി. അതാണ് സ്വന്തം കുഞ്ഞിനെ ആ പെൺകുട്ടി കൊന്നു കളഞ്ഞത്. ആ ഒരു സ്റ്റേജിലെത്തിയത് ഈ കുട്ടിയുടെ തന്നെ അമ്മ ചെറുപ്പത്തിൽ മരിച്ചപ്പോൾ ആ പെൺകുട്ടിക്ക് മാനസികമായി വല്ലാത്ത വിഷമമുണ്ടായി. അതിനുശേഷം പ്രസവിച്ചപ്പോൾ ഇങ്ങനെയൊരു വിഷാദ രോഗവും കൂടി ആ കുട്ടിക്ക് വന്നു. എന്തായാലും ഈ ഒരു അവസ്ഥ, ഈ ഒരു വിഷാദ രോഗം പോസ്റ്റ്മോർട്ടം പ്രസവിച്ചതിന് ശേഷം പെൺകുട്ടികൾക്ക് വരുമ്പോൾ സ്നേഹനിധിയായ ആൾക്കാർ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പെൺകുട്ടികൾക്ക് മാറാൻ കഴിയും. ഈ ദിവ്യ പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു. അവൾ നിസ്സഹായാവസ്ഥയിൽ പറയുന്നത് ഇനി എനിക്ക് അമ്മയാവാൻ പേടിയായെന്ന് പറയുന്നുണ്ട്. അതുപോലെ സ്വന്തം കയ്യിൽ നോക്കി പറയുന്നുണ്ട്, ഈ കൈ കൊണ്ടാണല്ലോ ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതെന്ന്. ആദ്യം കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ ബക്കറ്റിലിട്ട്, അപ്പോൾ കയ്യും കാലൂട്ട് അടിക്കുന്നത് കണ്ടപ്പോൾ കുഞ്ഞിനെ എടുത്ത് തുടച്ച് കൊണ്ടുവന്ന് കെട്ടിപ്പിടിച്ച് കിടന്നെടുക്കുന്ന, വീണ്ടും ആ പെൺകുട്ടിയുടെ മനസ്സ് ഈ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞതുപോലെ ഒരു കുട്ടി തലാണി എടുത്ത് കുഞ്ഞിൻ്റെ മുഖത്ത് അമർത്തി ശ്വാസം മുട്ടിച്ചിട്ടാണ് സ്വന്തം കുഞ്ഞിനെ കൊന്നത്. പലരും കുറ്റപ്പെടുത്തി, അങ്ങനെയാണല്ലോ, ആർക്കും ആരുടെയും മാനസികാവസ്ഥ അറിയില്ല, എന്തുകൊണ്ടോ ഈ കുഞ്ഞിനെ ഒഴിവാക്കാനാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തിയത്. എന്തായാലും ആ പെൺകുട്ടിയെ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി മറ്റൊരു വിവാഹം കഴിച്ചു. 5 മാസം ഗർഭിണിയാണെന്നാണ് കേട്ടത്. എന്തായാലും ആ പെൺകുട്ടി 2 ദിവസത്തിന് മുമ്പ് ആത്മഹത്യ ചെയ്തു. ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇനിയും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു കളയുമെന്നുള്ള മാനസിക പ്രശ്നമാണോ, അല്ല അവിടെയും അവൾക്കാരും പിന്തുണയില്ലാത്ത ഗർഭകാലമാണോ ആ പെൺകുട്ടി സ്വയം ജീവൻ ഒടുക്കിയത് എന്നറിയില്ല. ഏതായാലും വീണ്ടും അമ്മയാവാൻ ഒരുങ്ങുന്ന ആ പെൺകുട്ടിക്ക് ഇനിയും ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കളയോ എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഭീതിയിലാണോ, വീണ്ടും മാനസികമായ പ്രശ്നങ്ങൾ വന്നോ, അതല്ല ഈ ഒരു അവസ്ഥയിൽ വീണ്ടും ഗർഭിണിയായപ്പോൾ ഈ വീട്ടിൽ നിന്നും ആ പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ടും ഇല്ലാതെ മാനസികമായി വീണ്ടും തളർന്നത് കൊണ്ടാണോ ആ പെൺകുട്ടി ഈ ലോകത്ത് നിന്ന് പോയത് നമുക്കറിയില്ല. എന്തൊക്കെ ആ പെൺകുട്ടി സഹിച്ചിട്ടുണ്ടാവും എന്നും നമുക്കറിയില്ല. ആ പെൺകുട്ടി അന്നത്തെ ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടപ്പോൾ തന്നെ വല്ലാത്ത സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ദിവ്യയെ പോലെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. എനിക്ക് തന്നെ നേരിട്ടറിയാവുന്ന കുട്ടികളുണ്ട്. കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന ഈ പെൺകുട്ടി അതുവരെ ജോലി ചെയ്തോ അല്ല പഠിച്ചോ ഒരു ഉത്തരവാദിത്വമൊന്നും പെൺകുട്ടി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പം തന്നെ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ ഞാൻ അവിടെ പോയാൽ എന്തായിരിക്കും, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയോ, അല്ല അവിടുത്തെ പെരുമാറ്റം ഞാൻ എങ്ങനെയാണ്, അവരെന്നെ സ്നേഹിക്കും, ഇങ്ങനെയുള്ള പല ചിന്തകളും ഉണ്ടായിട്ട് തന്നെ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമങ്ങൾ ഉണ്ടാവാം. പിന്നെ അച്ഛനെയും അമ്മയെയും ഇതുവരെ ജീവിച്ച വീടൊക്കെ വിട്ടു പോകുമ്പോൾ നമ്മളൊരു അറിയാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അതിൻ്റെ ഒരു വിഷമം എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകും. അപ്പോൾ അവിടെ എത്തിയിട്ട് സ്വന്തം മകളെ പോലെ സ്നേഹിച്ചില്ല എങ്കിൽ അവിടെ ആ പെൺകുട്ടി വീണ്ടും തളരുക ചെയ്യുന്നത് മാനസികമായിട്ട്. അതുകൂടാതെ ഒരു 4-5 മാസം ആകുമ്പോഴേക്ക് തന്നെ സമൂഹത്തിൽ നിന്നായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും അല്ലെ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും ചോദ്യം ചോദിക്കും, വിശേഷമൊന്നുമില്ലേ, അമ്മയാവുന്നില്ലേ, എന്താ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ടേ, ഇങ്ങനെയുള്ള കൂരമ്പായ ഓരോ ചോദ്യങ്ങളും ഇത് പെൺകുട്ടിയെ വീണ്ടും വീണ്ടും തളർത്തുക ചെയ്യുന്നത്. തൽക്കാലം ഇപ്പോൾ അമ്മയാവണ്ട, ജോലി കണ്ടിന്യൂ ചെയ്യാം, അല്ലെ പഠിച്ചില്ല മുഴുവനും പഠിപ്പ് കഴിഞ്ഞില്ല എങ്കിൽ ഈ പഠിപ്പൊന്ന് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അമ്മയാവാം, അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഈ വീട്ടുകാരോ സമൂഹമോ ഈ പെൺകുട്ടികളെ വിടാത്ത ആൾക്കാരും ഉണ്ട്. ഇതൊക്കെ തന്നെ മാനസികമായി വല്ലാത്ത പ്രശ്നത്തിൽ നിൽക്കുക. ഈ പെൺകുട്ടി ഗർഭിണിയായെന്നിരിക്കട്ടെ, അതോടെ ഈ ചോദിക്കുന്നവരുടെ എല്ലാവരുടെയും കഴിഞ്ഞു. അതിനുശേഷം പെൺകുട്ടി മാത്രം അനുഭവിച്ചോളുക. കാരണം അമ്മയാവുന്നത് ഈ പെൺകുട്ടിയാണല്ലോ. ആ പെൺകുട്ടിക്കുണ്ടാവുന്ന ക്ഷീണങ്ങൾ എല്ലാവരും അല്ല കേട്ടോ, ചില കുടുംബത്തിലെയും ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ ഈ അമ്മയാവുമ്പോൾ ഉള്ള കുട്ടികളുടെ ആ ഒരു ശാരീരിക മാറ്റം, മാനസിക മാറ്റം, അതുകൂടാതെ ഒന്ന് വിചാരിച്ചതുപോലെ കിടക്കാൻ പറ്റില്ല, തളർച്ച, ക്ഷീണം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇതൊക്കെ തന്നെയും കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും വിഷമമുണ്ട്. ആ സമയത്ത് പല രീതിയിലും, ഏതെങ്കിലും രീതിയിൽ സ്വന്തം വീട്ടിൽ നിന്നായാലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നായാലും കുറ്റപ്പെടുത്തുമ്പോൾ ഈ പെൺകുട്ടികൾ വല്ലാതെ തളർന്നു പോകുന്നുണ്ട്. കാരണം ഇവർ ഇത് അനുഭവിക്കുകയാണ്. അപ്പം മറ്റുള്ളവർക്കത് അറിയില്ല. അതിനുശേഷം പ്രസവം ആയി. ഈ പ്രസവ സമയത്ത് കുട്ടി അനുഭവിക്കുന്നത് ഒന്നുകിൽ സിസേറിനായിരിക്കാം, ഇനി നോർമൽ ഡെലിവറിയാണ്, സുഖപ്രസവം എന്ന് പറയും. അതും സുഖപ്രസവമല്ല. ഇപ്പോൾ സിസേറിനാണെങ്കിൽ തന്നെ ആദ്യം ഇത് സിസേറിൻ ഇല്ലാതെ പ്രസവിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ മരുന്ന് വെച്ചിട്ടായാലും എങ്ങനെയായാലും ഈ പെൺകുട്ടിയെ അങ്ങേയറ്റം വേദന സഹിപ്പിച്ചതിന് ശേഷമായിരിക്കും ചിലപ്പം മനസ്സിലാവുന്നത് ഇത് സുഖപ്രസവത്തിലേക്ക് എത്തില്ല എന്നുള്ളത്. അപ്പോൾ ഈ പെൺകുട്ടി ഈ വേദനയും സഹിച്ചു, അതിനുശേഷം സിസേറിയൻ്റെ വേദനയും സഹിച്ചു. ആ എല്ലാ ഇതും 10 മാസവുമുള്ള അവസ്ഥ മര്യാദയ്ക്ക് വിചാരിച്ച പോലെ ഒന്ന് കിടക്കാനോ ഇരിക്കാനോ കഴിക്കാനോ ഒന്നും പറ്റാതെയാണ് ഈ പെൺകുട്ടി പ്രസവിച്ച് വരുന്നത്. ഈ പ്രസവിച്ച് വന്നതിന് ശേഷം ഈ കുട്ടിയെ നോക്കുക എന്നുള്ളത് എന്ന് വെച്ചാൽ ഈ ഒരു വേദനയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഈ പെൺകുട്ടിക്ക് ചിലപ്പം പറ്റില്ല. അപ്പോഴാണ് നമ്മുടെ കുടുംബക്കാർ, സ്വന്തം വീട്ടുകാരായാലും ബന്ധുക്കളായാലും ഭർത്താവിൻ്റെ വീട്ടുകാരായാലും എല്ലാവരും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നിനക്കെന്താ കുട്ടീൻ്റെ കരച്ചിൽ മാറ്റാൻ പറ്റുന്നില്ലേ? ആ കുട്ടി കരയുന്ന കാണുന്നില്ലേ? നിനക്കെന്താ പാലില്ലേ? ഇങ്ങനെയുള്ളൊരു ചോദ്യത്തിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് തകരാൻ മറ്റൊന്നും വേണ്ട. നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം എന്നൊക്കെ പറയുന്നില്ലേ, അത് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്. അതേ സമയത്ത് നമ്മൾ കുട്ടിയെ ചേർത്ത് പിടിച്ച് അതൊക്കെ ഉണ്ടാവും, പാലൊക്കെ വരും, അതൊന്നും മോള് വിഷമിക്കണ്ട എന്നുള്ള ഒരു ചേർത്ത് പിടിക്കലുണ്ടായാൽ ഒരു പെൺകുട്ടിക്കും അങ്ങനെ ഒരു സ്റ്റേജ് വരില്ല. കൂടുതലും പങ്കാളി തന്നെ, കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഭർത്താവ്, ഇത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ കുഞ്ഞിനെ ഈ 10 മാസം ഇവൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇതുപോലെ ഒരു കുഞ്ഞിനെ എനിക്ക് തന്നത് എന്നുള്ളൊരു ചിന്തയുള്ള ഒരു ഭർത്താവും കുറ്റപ്പെടുത്തോ അല്ല മറ്റാരും കുറ്റപ്പെടുത്തിയാലും എല്ലാവരെയും അകറ്റി എൻ്റെ ഭാര്യയെ ആരും വേദനിപ്പിക്കരുത് എന്നുള്ള രീതിയിലൊരു ഭർത്താവ് ചേർത്ത് പിടിക്കും. അവിടെ നിന്നില്ല എങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാർ, അമ്മ അച്ഛൻ, അല്ലെങ്കിൽ സ്വന്തം അമ്മ അച്ഛൻ കുടുംബക്കാർ, ഇവർ ചേർത്ത് പിടിക്കണം. ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു കുറ്റം കേൾക്കുമ്പോൾ ഈ ഒരു സമയത്ത്, കാരണം മാനസികമായും ശാരീരികമായും കുറച്ചൊരു പ്രശ്നമുള്ളൊരു സമയമാണല്ലോ നമ്മൾ ഗർഭാവസ്ഥയും പിന്നെ പ്രസവിച്ചതിൻ്റെ ആ ഒരാഴ്ചക്കാലം. സിസേറിനാണെങ്കിൽ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ വേദന, ഇരിക്കാൻ കഴിയില്ല, നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ, ആ പെൺകുട്ടി വിചാരിക്കുന്ന പോലെ ഒന്ന് ഇരുന്നോ കിടന്നോ പാല് കൊടുക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലും കൂടി ആവുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അല്ലേ? നമ്മൾ ശരിക്കും നല്ല ആരോഗ്യത്തിൽ തന്നെ നിൽക്കുമ്പോൾ ആരെയും നമ്മളെ കുറ്റപ്പെടുത്തിയാൽ നമുക്ക് സഹിക്കുമോ? അപ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനാവുന്നില്ല, ആദ്യമായി അമ്മയാവുന്ന ഒരു കുട്ടിക്ക് എൻ്റെ പോരായ്മയാണോ ഈ കുഞ്ഞ് കരയുന്നത്, എനിക്ക് പാലില്ലേ എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ഇങ്ങനെ പ്രസവിച്ച് ഓരോ വിഷമങ്ങളും ഓരോ വേദനയും സഹിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞിങ്ങനെ കരയുമ്പോൾ എന്തുകൊണ്ടാണ് നിനക്കതിന് പാല് കൊടുക്കാൻ പറ്റാത്തത്, നിനക്കതിന് പാല് കൊടുക്കാനാവുന്നില്ലേ, നിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റാനാവുന്നില്ലേ എന്നുള്ള കുറ്റപ്പെടുത്തലുകളും കൂടെ ആവുമ്പോൾ ഈ പെൺകുട്ടി, ഓരോ പെൺകുട്ടികളും വല്ലാതെ തളർന്നു പോകും. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പെൺകുട്ടിയുടെ ഭർത്താവോ അല്ലെങ്കിൽ പുരുഷന്മാരോ അവരാരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരിതൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ അമ്മമാർ, അത് സ്വന്തം അമ്മയായാലും ഭർത്താവിൻ്റെ അമ്മയായാലും അവരും ഒരു പെണ്ണല്ലേ. അവർ ഈ ഒരു ഗർഭാവസ്ഥയും ഈ പ്രസവാവസ്ഥയും എല്ലാം മറികടന്ന് വന്നിട്ടല്ലേ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു പെൺകുട്ടി സഹിക്കുന്നതിൻ്റെ അവസ്ഥ ഈ അമ്മമാർക്ക് മനസ്സിലാവില്ലേ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മനസ്സിലാവില്ലേ? അവരൊരു നുള്ളു കൊണ്ട് പോലും ഇങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരു ചെറിയൊരു കാര്യം കൊണ്ട് പോലും നമ്മളത് പറയാൻ പാടില്ല. നമ്മൾ അനുഭവിച്ചതാണ്. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പെണ്ണിന് നല്ലതുപോലെ പാലുണ്ട്, അവരെത്ര സുഖമായിട്ട് എത്ര റെഡിക്കായിട്ടാണ് പാല് കൊടുക്കുന്നത്, ഇവക്കെന്തുകൊണ്ടാണ് അങ്ങനെ പറ്റാത്തത്? അല്ലെ ഇവളുടെ ദേഹം എന്താണ് ഇങ്ങനെ ചീർത്തു പോയത്, അല്ലെ ഇവളുടെ ദേഹം എന്താണ് ഇങ്ങനെ കറുത്തു പോയത്? അങ്ങനെ പറയുമ്പോൾ ഓരോന്നും മനസ്സിലാക്കുക. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ പോലെയാണോ നിങ്ങൾ? അല്ല. അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകൾ പല വിദ്യാഭ്യാസവും കഴിഞ്ഞ് വലിയ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോലി ഇല്ലാത്തൊരമ്മ അപ്പുറത്തെ വീട്ടിലെ അമ്മയെ പറ്റി അവർ നോക്കിയേ എന്തൊക്കെ നല്ല രീതിയിലാണ് കുടുംബം കൊണ്ടുപോകുന്നത്, അത്രയും സാലറി വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അല്ല ഒരു സ്ത്രീയെ പറ്റി അങ്ങനെ പുകഴ്ത്തി മറ്റേ സ്ത്രീയെ പറ്റി ഇത്ര താഴ്ത്തിക്കെട്ടി പറയുമ്പോൾ സഹിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ഓരോരുത്തർക്കും വേദന. ആ കുട്ടി എത്ര സുഖമായിട്ടാണ് കുഞ്ഞിനെ നോക്കുന്നത്,
അല്ലെ ആ കുട്ടിക്ക് ഇതുപോലെ ശരീരം തടിച്ചു വീർത്തിട്ടില്ല, അല്ലെങ്കിൽ ആ കുട്ടി ഇതുപോലെ നന്നായിട്ട് പാല് കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് പ്രസവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വിഷാദരോഗമോ പോസ്റ്റ്മോർട്ടമോ ഒന്നുമില്ലെങ്കിലും മാനസിക നില ഒരുപാട് തളർന്നു പോയി ഒരു ഭ്രാന്തി ആവുന്നൊരു സ്റ്റേജിലാവും. എന്തിനാണ് മനോഹരമായ ഒരവസ്ഥ, ഒരു അമ്മയാവുക എന്ന് പറയുമ്പോൾ തന്നെ ഏത് പെൺകുട്ടികൾക്കും മനോഹരമായ ഒരു കാലഘട്ടം, അതിനെയൊക്കെ തകർത്തിട്ട് ഇത്രയും ഏജുള്ള അമ്മമാരായിക്കോട്ടെ അല്ല ഭർത്താവിൻ്റെ വീട്ടുകാരായിക്കോട്ടെ എന്തിനാണ് ഈ കുട്ടികളുടെ നല്ല കാലം ഇങ്ങനെ കളയുന്നത്? അതിനൊരു ഉദാഹരണമാണ് ഈ ദിവ്യ ജോൺ. സ്വന്തം വീട്ടിൽ ആ കുട്ടിക്ക് അമ്മയില്ല, എന്നാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രസവിച്ച് 4 ദിവസത്തിന് ശേഷം വന്ന ഈ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കാനോ ഈ കുഞ്ഞിനെ നോക്കാനോ ഒന്നും ആരും ഉണ്ടായില്ല. എന്നാൽ കുഞ്ഞ് കരയുമ്പോൾ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടായി. സ്വന്തം ഭർത്താവോ ഭർത്താവിൻ്റെ അമ്മയോ ആരും ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിൻ്റെ മാനസിക നില തെറ്റി ആ അമ്മ ദിവ്യ ഒരു കൊലയാളിയായി. ഇപ്പോൾ രണ്ടാമതും ഗർഭിണിയായപ്പോൾ ആ പെൺകുട്ടിക്ക് ഈ ഒരവസ്ഥ വീണ്ടും വന്നതാണോ, അതോ ഇനി എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റൂല, ഇനിയും എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയാൽ ഞാൻ ഈ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞാലോ എന്നുള്ളൊരു ചിന്തയാണോ, കുറ്റപ്പെടുത്തലാണോ, ആയാലും ദിവ്യ ഈ ലോകത്ത് നിന്ന് മടങ്ങി. ഇനിയും ഓരോ പെൺകുട്ടികൾ ഓരോ വീട്ടിലെയും കുറ്റപ്പെടുത്തൽ കൊണ്ടോ ഓരോ വീട്ടിലെയും അവഗണന കൊണ്ടോ ഇനിയും ഇതുപോലുള്ള ദിവ്യമാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. ഓരോരുത്തരും അവനവൻ എങ്ങനെയാണ് സഹിച്ചത്, അവനവൻ എങ്ങനെയാണ് സങ്കടം, ഞാൻ കുറ്റപ്പെടുത്തിയാൽ എൻ്റെ കുട്ടിക്ക് അല്ലെ എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചിട്ട് ഓരോ അമ്മമാരും ഈ പെൺകുട്ടികളെ മനസ്സിലാക്കിയാൽ തന്നെ ഒരു പോസ്റ്റ്മോർട്ടമോ ഒരു ഡിപ്രഷനോ ഈ പ്രസവ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലവർ ചിന്തിച്ചേക്കാം, ഇതൊക്കെ പറയാൻ നിങ്ങളാരാണ്, സൈക്കോളജിസ്റ്റാണോ അതോ ഇതിനൊക്കെ അറിവുള്ള ഒരാളാണോ എന്ന്. ഒരിക്കലുമല്ല. എനിക്കൊരുപാട് അറിവുണ്ടായത് കൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാനൊരമ്മയാണ്, എനിക്കൊരു പെൺകുഞ്ഞുണ്ട്, ഒരു ആൺകുഞ്ഞുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുഞ്ഞുങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടമാണ്. ഇതുപോലുള്ള സ്ഥലത്ത് നിന്നും ഓരോ കുഞ്ഞുങ്ങൾ ഓരോന്ന് അനുഭവിച്ച് ജീവിതത്തിൽ നിന്ന് തന്നെ ഒളിച്ചോടി എന്ന് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സങ്കടം. അവരൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യില്ലല്ലോ എന്നുള്ളൊരു സങ്കടം, അതുകൊണ്ട് മാത്രം.